ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, എമർജൻസ് ഓഫ് ന്യൂ ക്ലാസസ്, ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്, ലേബർ ക്ലാസ്, ഇൻ്റലക്ച്വൽസ്, മണി ലെൻഡേഴ്സ്, പബ്ലിക് സ്പേസ് ആൻഡ് സ്പിൻ കൾച്ചർ. ഇതിനൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കൊളോണിയലിസവും അതിൻ്റെ ഇമ്പാക്ട്സും ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ്. അപ്പം ഈ കൊളോണിയലിസം അതിൻ്റെ ഇമ്പാക്ട്സ് നമുക്കറിയാലോ, എന്തൊക്കെയാണ് ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം അടുത്ത ടോപ്പിക്കായിട്ടുള്ള എമർജൻസ് ഓഫ് ന്യൂ ക്ലാസസ് എന്ന ഭാഗമാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിൽ കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസം വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് പുതിയ വർഗങ്ങൾ അതുമായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സെമീന്ദാർമാർ, മണി ലെൻഡേഴ്സ്, പേസൻസ്, ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസസ്, അതുപോലെ പെസൻറ്റ് പ്രൊപ്പറേറ്റേഴ്സ്, ഇവരൊക്കെയാണ് ആ വർഗങ്ങൾ. അപ്പം ഇവരൊക്കെ ഓരോ സെക്ടറിലായിട്ട് ഓരോ വർഗങ്ങളായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പം സാമൂഹിക സമ്പദ് വ്യവസ്ഥ, നിയമനിർമ്മാണ വ്യവസ്ഥ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതുപോലെ ഭൂബന്ധങ്ങൾ, അതായത് ലാൻഡ് റിലേഷൻസ് ഒക്കെ ആയിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം ബംഗാളിലാണ് ബ്രിട്ടീഷ് ഭരണം ആദ്യമായിട്ട് പ്ലാസി ബക്സറിന് ശേഷം ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റായ്റ്റ്ബാരി, മഹൽബാരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെമീന്ദാർമാർ, പേസൻസ് തുടങ്ങിയ വർഗങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പം ഗാന്ധി നമുക്കറിയാം ബനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസ്റ്റ് ആയിരുന്നു. അപ്പം ഈ ബനിയ എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റ് ഇവർ കച്ചവടക്കാരായിരുന്നു. അപ്പം ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇവരാണ് ആദ്യമായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഫോഴ്സ്, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ സമ്പന്ന വിഭാഗം ഇവരാണ് എന്ന് പറയാവുന്നതാണ്. നമുക്ക് ഈ ജമീന്ദാർമാർ ആരായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജമീന്ദാരി എന്ന് പറയുന്നത് കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ജമീന്ദാരി സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ഈ ജമീന്ദാർമാരായിരുന്നു. അപ്പം നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഈ ജമീന്ദാർമാരായിരുന്നു. ജമീന്ദാർമാർ ഭൂവുടമകളായതോടു കൂടിയിട്ട് യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. അങ്ങനെയാണ് ഈ ഒരു ജമീന്ദാരി എന്ന് പറയുന്ന ജമീന്ദാർമാർ വരുന്നത്. അപ്പം എൻ ഘോഷിൻ്റെയും അതുപോലെ തന്നെ കിസ്റ്റോ ദസ്പാലിൻ്റെയും ഒക്കെ അഭിപ്രായത്തിൽ വൈസ്രോയി സൃഷ്ടിച്ചെടുത്ത ഒരു കൂട്ടം വർഗത്തിനെയാണ് ജമീന്ദാരി എന്ന് പറയുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം. അത് കോൺവാലീസ് ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ ഒരു സെമീന്ദാർസ് എന്താണ്, ഈ ബ്രിട്ടീഷുകാരെ ആയിരുന്നു കൂടുതൽ പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയിൽ ഇവർക്ക് വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഒരു ഉൽപ്പന്നം ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ സെമീന്ദാർമാരെ കണ്ടിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പെസൻസ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ടെനൻസ്, ഇവർ വരുന്നത് റായ്റ്റ്ബാരി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. നമുക്കറിയാം, റായ്റ്റ്ബാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായിട്ടുള്ള നികുതി നിരക്കൊക്കെ കർഷകരെ ദരിദ്രരാക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലേബർ ക്ലാസ്സസ്
ഒക്കെ വളർന്നു വരുന്നുണ്ട് പുതുതായിട്ട്. അപ്പം ഇവർക്കൊന്നും ഭൂമിയിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരാളാണ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മണി ലെൻഡേഴ്സ് വരുന്നത്. കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അറിയാലോ, അതായത് ഈ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ മണി ലെൻഡേഴ്സ് വരുന്നത്. ഒരു ഇടനിലക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ. പിന്നെ പെസൻറ്റ് പ്രൊപ്പറേറ്റേഴ്സ്, ഇവർ അപ്പർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഈ പെസൻറ്റ് പ്രൊപ്പറേറ്റേഴ്സിനെ തിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് എന്നൊരു വിഭാഗം വരുന്നുണ്ട്. അവർ ഇൻഡസ്ട്രിയലൈസത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇത് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം, അതായത് ബ്രിട്ടീഷ് പോളിസീസാണ് ഈ ഒരു നികുതി വ്യവസ്ഥകളും അതൊക്കെ വന്നതോടു കൂടിയിട്ടാണ് ഇവിടെ പുതിയ ന്യൂ ക്ലാസ്സസ് ഇവിടെ എമേർജ് ചെയ്യാൻ കാരണമായതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം വന്നതോടുകൂടി തന്നെ ഇവിടെ എന്താണ്, ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളയായിട്ടുള്ള നീലം, പരുത്തി, ചണം എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ എന്താണ്, പണക്കാരായിട്ടുള്ള കുറച്ച് കർഷകരുണ്ടായി. അങ്ങനെ മണി ലെൻഡേഴ്സ് വളർന്നു വന്നു. ഈ റിച്ച് കർഷകർ എന്താണ്, ഈ മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കാൻ തുടങ്ങി. പുതിയ കച്ചവടക്കാർ ഉണ്ടാവാൻ തുടങ്ങി. അതായത് ഈ നാണ്യവിളകൾ വിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ മെർച്ചൻസ്, കച്ചവടക്കാർ ഉണ്ടാവാൻ തുടങ്ങി. നാണ്യവിളകൾക്ക് ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ അവിടെ വ്യാപാരം ആരംഭിക്കുകയും അങ്ങനെ കൂടുതൽ മർച്ചൻസ് അവിടെ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്തു. പിന്നീട് ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഫാക്ടറികൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ ഫാക്ടറിയെ ചുറ്റിപ്പറ്റിയിട്ട് ബൂർഷ്വാസി എന്നൊരു വിഭാഗം വളർന്നു വന്നു. പിന്നെ അതുകൂടാതെ തൊഴിലാളി വർഗം, മുതലാളി വർഗം, അങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്, ലേബർ ക്ലാസ്, ഓണേഴ്സ്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ പുതിയ വർഗങ്ങൾ, ലേബർ ക്ലാസ്സസ് ഒക്കെ ഉയർന്നു വരാൻ തുടങ്ങി. പിന്നെ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രൊഫഷണൽസ്, അതായത് ടീച്ചേഴ്സ്, പോലീസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്യൂറോക്രസിയിൽ ഒക്കെ പ്രാധാന്യം വരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രൊഫഷണൽസ് ഇവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്താണ് വന്നിട്ടുള്ള പുതിയ ടെക്നോളജീസ്, അതായത് റെയിൽവേ, ടെലഗ്രാഫ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും വന്നതോട് കൂടിയിട്ട് ഈ പാലം, ബ്രിഡ്ജസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് ആവശ്യം വന്നു, കോൺട്രാക്ടേഴ്സിന് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഇതുപോലെയുള്ള വർക്കേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെ ഉണ്ടായി വരുന്നത്. ഇപ്പം പിന്നീട് അർബൻ സെൻറ്റേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. ഈ കൽക്കട്ട, മദ്രാസ്, ബോംബെ തുടങ്ങിയ സ്ഥലത്തൊക്കെ ഇതൊക്കെ എന്താണ്, റിച്ച് ക്ലാസ് ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ടൊക്കെ ഇതിനെ കാണുന്നുണ്ട്. ഇപ്പം വാണിജ്യവൽക്കരണ സെക്ടറായിട്ടൊക്കെ ഇതിനെ ഈ പ്രദേശങ്ങളെ കണക്കാക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് സെമീൻദാർസ്, ലാൻഡ് ലോഡ്സ്, പെസൻസ്, ടെനൻസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. പിന്നെ ഇൻഡസ്ട്രി ബേസ് ചെയ്തുകൊണ്ടാണ് തൊഴിലാളി വർഗം, ബൂർഷ്വാസി, ഓണേഴ്സ് ഇവരൊക്കെ വരുന്നത്. പിന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പ്രൊഫഷണൽസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, വക്കീലുമാർ ഇവരൊക്കെ വരുന്നത്. പിന്നെ വിവിധ ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് റെയിൽവേ ഒക്കെ വരുന്നതോട് കൂടിയിട്ട് മറ്റ് വർക്കേഴ്സ്, ലേബർ ക്ലാസ്സസ്, പിന്നെ കോൺട്രാക്ടേഴ്സ് ഒക്കെ വരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രിൻ്റ് കൾച്ചർ, അതിനെക്കുറിച്ചാണ്. അപ്പം ഇന്ത്യൻ സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷന് സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മിഷണറിമാർ കൊണ്ടുവന്ന ഒന്നാണ് ഈ പ്രിൻ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ സംസ്കാരത്തെയും സമൂഹത്തെയും സോഷ്യൽ നോംസിനെയും ഒക്കെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രിൻ്റ് കൾച്ചർ എന്ന് പറയുന്നത്. പ്രിൻ്റ് വരുന്നതിന് മുൻപ് എന്താണ്, ഇൻസ്ക്രിപ്ഷൻസ്, നാഗരികത, വേദങ്ങൾ, ഉപനിഷത്സുകൾ, മനുസ്ക്രിപ്റ്റ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്.
പറയുന്നത്. പിന്നീട് ഈ പ്രിൻ്റ് 1856 ഗോവയിൽ ജെസ്യൂട്ട് മിഷണറീസ് ആണ് ഫസ്റ്റ് മൂവബിൾ പ്രിൻ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ ഈ പ്രാദേശിക ഭാഷയിലും അത് പ്രിൻ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അവർ ലോക്കൽ ലാംഗ്വേജസിലേക്ക് മാറ്റാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ പത്രങ്ങൾ, നോവൽസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ 1812 തമിഴ്നാട്ടിൽ പ്രസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെർണാക്കുലർ പ്രിൻ്റ്. അപ്പം ഈ ഒരു സംഭവമൊക്കെ ഇതിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രിൻറ്റിൻ്റെ ഉപയോഗം വന്നു. അങ്ങനെ ഈ പ്രിൻ്റ് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ അടുത്ത് ഇത് വന്നതോട് കൂടിയിട്ട് നാഷണൽ മൂവ്മെൻറ്റിൽ ഈ പ്രിൻ്റ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ പ്രിൻ്റ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം പ്രിൻറ്റിങ് എന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ അടുത്ത് ഒക്കെ ഇപ്പം ബാലഗംഗാധര തിലക്, അദ്ദേഹം കേസരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രങ്ങളൊക്കെ ഈ പ്രിൻ്റ് വന്നതോടു കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പത്രം എന്ന് പറയുന്നത് കൊളോണിയൽ പോളിസിക്കെതിരെ അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും ഈ ഒരു പത്രം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം പ്രിൻ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടു കൂടിയിട്ട് ഓരോ ജനതയുടെ ഉള്ളിലും നമ്മൾ ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോധം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ശിശിർ കുമാർ ഘോഷ് നിർമ്മിച്ച ആദ്യ ബംഗാളി പത്രമായിട്ടുള്ള അമൃത് ബസർ പത്രിക, അതുപോലെ ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള യങ് ഇന്ത്യ, ഹരിജൻ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിൻഡൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ വെർണാക്കുലർ പ്രസ് ആക്ട് 1878 കൊണ്ടുവന്നു. അപ്പം ഈ ഒരു തദ്ദേശീയ പ്രസ്സിൻ്റെ മേലാണ് അപ്പോഴാണ് ഒരു കൺട്രോള് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത്. പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് ഒരു കോമൺ പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഒരു പൊതുമണ്ഡലം എന്നൊക്കെയാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. 19-20 നൂറ്റാണ്ടിലെ പ്രിന്റ് കൾച്ചർ ഉണ്ടാവുന്നതോട് കൂടിയിട്ടാണ് ഈ പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇവിടെ ഉണ്ടാവുന്നത്. പരമായിട്ടുള്ളൊരു ഇടമാണ്. വ്യക്തികൾക്ക് ഒത്തുചേരാനും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വാധീനം ചെലുത്താനും ഒക്കെ ഈ ഒരു പബ്ലിക് സ്പേസിൽ സാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരിടമാണിത്. യുക്തിസഹമായിട്ടുള്ള വിമർശനാത്മക സംവാദങ്ങൾ നടത്താം. അതുപോലെ തന്നെ ഇത് മികച്ച ഭരണത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. പ്രിന്റ് കൾച്ചർ ആരംഭിച്ചതോടു കൂടിയിട്ടാണ് ഈ ലൈബ്രറി, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, വായനശാലകൾ, അങ്ങനെയുള്ള ചായക്കടകൾ ഇതൊക്കെ രൂപം കൊള്ളുന്നത്. ഇത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഒരു മാറ്റം വേണം എന്ന് ആവശ്യപ്പെടുകയും ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിക്കുകയും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും ഈ ഒരു സ്ഥലം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആശയം കൊണ്ടുവരുന്നത് ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഗേർജൻ ഹെബർമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം 1962 ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഇതിൽ പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ പബ്ലിക് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ചായക്കട, അതായത് കോഫി ഹൗസസ്, സലൂൺസ്, പത്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നതിനാൽ പൗരന്മാർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രകടിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ ഒരു അതായത് ലൈബ്രറീസ്, ചായക്കടകൾ, ഇതൊക്കെ പബ്ലിക് സ്പേസിന് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. ഇപ്പം മിഷണറിമാരുടെ വരവോട് കൂടിയിട്ട് പ്രിൻ്റ് കൾച്ചേഴ്സ് ഉണ്ടാകുന്നു. പിന്നെ വിദ്യാഭ്യാസം വന്നതോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് റിഫോം ആൻഡ് റിവൈവലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട്
മോഡേണിറ്റിയുടെ ഒരു റെസ്പോൺസായിട്ട് വന്ന രണ്ട് ആശയങ്ങളാണ് റിഫോം ആൻഡ് റിവൈവലിസം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് റിഫോം, മറ്റൊന്ന് റിവൈവലിസം. അപ്പം റിഫോം എന്ന് പറയുന്നത് ചില പാശ്ചാത്യ ഐഡിയകളെ, അതായത് പാശ്ചാത്യ ആശയങ്ങളെ, വെസ്റ്റേൺ ഐഡിയാസിനെ ഈ റിഫോമിസ്റ്റുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഈ പാശ്ചാത്യവൽക്കരണത്തെ എതിർക്കുകയും ആധുനികതയൊക്കെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മതപരമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ ഈവിൾസ്, യുക്തിചിന്ത, ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. എന്നാൽ മൊത്തത്തിൽ എല്ലാ കാര്യത്തെയും അവർ എതിർക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്, ഇവരൊക്കെ റിഫോമേഴ്സിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തതാണ് റിവൈവലിസം എന്ന് പറയുന്നത്. റിവൈവലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡേണിറ്റി അല്ലെങ്കിൽ ആധുനികത വന്നതോടു കൂടിയിട്ട് ഇന്ത്യൻ പാരമ്പര്യം പാടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. തദ്ദേശീയമായിട്ടുള്ള വേദിക് പാരമ്പര്യങ്ങളൊക്കെ നശിക്കുന്നുണ്ട്. ഇതിനെ പുനർനിർമ്മിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ റിവൈവലിസം എന്ന ആശയം വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതിയൊക്കെ ആര്യസമാജം കൊണ്ടുവന്നത് അദ്ദേഹം പറയുന്നത് എന്താണ്, വേദങ്ങളിലേക്ക് മടങ്ങുക, ഗീതയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ വഹാബി മൂവ്മെൻറ്റ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ കൊണ്ടുവന്നിട്ടുള്ള, പിന്നെ അതുപോലെ ഒത്തിരി മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഓരോ മതത്തെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ റിവൈവലിസം എന്ന് പറയുന്നത്. ഇവർ ആധുനികതയെയും പാശ്ചാത്യവൽക്കരണത്തെയും നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട്. പകരം ഇന്ത്യൻ കൾച്ചറിനെ അവർ മുറുകെ പിടിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പം ഇതാണ് റിഫോമും റിവൈവലിസവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് കൊളോണിയൽ ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് വിമൻസ് മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം കൊളോണിയൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സംഘടിത പ്രസ്ഥാനങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും ശക്തമായിട്ട് രൂപപ്പെട്ടു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ബാലവിവാഹം, വിധവകളുടെ അവസ്ഥ, സ്ത്രീകളുടെ സ്വത്തവകാശം, വിവാഹ നിയമങ്ങൾ, സാമൂഹിക സമത്വം, രാഷ്ട്രീയ അവകാശം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനം സംബന്ധിച്ച് വലിയ ചർച്ചകൾ ആരംഭിച്ചു. രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ജ്യോതിബ ഫൂലെ, സാവിത്രിബായി ഫൂലെ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ പരിഷ്കാരങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. 1829 സതി നിരോധനം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, 1929 ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട്, അതായത് ശാരദാ നിയമം തുടങ്ങിയ നിയമപരിഷ്കാരങ്ങൾ സ്ത്രീ പ്രശ്നങ്ങളെ പൊതുചർച്ചയുടെ ഭാഗമാക്കി. എന്നാൽ ഇവിടെ ഒരു പ്രധാന മാറ്റമുണ്ടായി. ആദ്യകാലത്ത് സ്ത്രീകളെക്കുറിച്ചുള്ള പരിഷ്കാരങ്ങൾ കൂടുതലും പുരുഷ പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് സ്ത്രീകൾ തന്നെ സംഘടനകൾ രൂപീകരിച്ച് സ്വന്തം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇതാണ് ഓർഗനൈസ്ഡ് വിമൻസ് മൂവ്മെൻറ്റ്സ് എന്നതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വനിതാ സംഘടനകൾ നോക്കുകയാണെങ്കിൽ ആര്യ മഹിളാ സമാജ്, പണ്ഡിറ്റ് രമാബായ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കാരത്തിനും വേണ്ടി പ്രവർത്തിച്ച പ്രധാന വ്യക്തിയായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ലഭിക്കണമെന്ന ആശയം അവർ മുന്നോട്ട് വെച്ചു. അടുത്തത് ഭാരത് ശ്രീ മഹാമണ്ഡലാണ്. സരോജിനി നായിഡുവിനും മുൻപുള്ള സ്ത്രീ സംഘടനാ പാരമ്പര്യത്തിൽ സരളാദേവി ചൗധുറാണി സ്ഥാപിച്ച ഭാരത് ശ്രീ മഹാമണ്ഡൽ 1910. ഇത് വളരെ ശ്രദ്ധേയമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സാമൂഹിക ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സംഘടനയായിരുന്നു ഇത്. അതുപോലെ തന്നെ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ WIA 1917 ആനി ബെസന്റ്, മാർഗരറ്റ് കസിൻസ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇത് വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, രാഷ്ട്രീയ അവകാശം, വോട്ടവകാശം, സാമൂഹിക പരിഷ്കാരം, നിയമപരമായ സമത്വം എന്നിവയ്ക്കായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് വിമൻസ് സഫ്രേജ് അഥവാ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കണമെന്ന ആവശ്യമൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു. അടുത്തത് നാഷണൽ കൗൺസിൽ ഓഫ് വിമൻ ഇൻ ഇന്ത്യ
1925 രൂപം കൊണ്ട ഈ സംഘടന സ്ത്രീകളുടെ സാമൂഹികവും നിയമപരവുമായിട്ടുള്ള അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, സ്ത്രീകളുടെ ക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടു. അടുത്തതാണ് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ്, അതായത് AIWC. 1927 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് രൂപീകരിച്ചത് സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസമായിരുന്നു പ്രധാന ശ്രദ്ധ. പിന്നീട് സംഘടനയുടെ പ്രവർത്തനം സ്ത്രീ വിദ്യാഭ്യാസം, ബാലവിവാഹത്തിനെതിരായ പ്രവർത്തനം, സ്ത്രീകളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ, വിവാഹ പരിഷ്കാരം, സ്വത്തവകാശം, രാഷ്ട്രീയ അവകാശം, തൊഴിലവകാശം എന്നിവയിലേക്ക് വ്യാപിച്ചു. അപ്പം ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളുടെ സംഘടിത പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിയൻ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വലിയ രീതിയിൽ വർദ്ധിച്ചു. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൊക്കെ നിരവധി സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി, കമലാദേവി ചതോപാധ്യായ, അരുണ ആസിഫ് അലി, സുചേത കൃപലാനി, ഉഷ മേത്ത, ബാസന്തി ദേവി എന്നിവരെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം സ്ത്രീകളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് മാത്രം ഒതുങ്ങിയിരുന്നില്ല. ദേശീയതയ്ക്കുള്ളിൽ തന്നെ സ്ത്രീകളുടെ സ്വന്തം സാമൂഹിക, നിയമപര, രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള പോരാട്ടവും അതോടൊപ്പം വളർന്നു. അപ്പം സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം, ബാലവിവാഹത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതുപോലെ തന്നെ വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ വോട്ടവകാശം, സ്വത്തവകാശം, തൊഴിലവകാശം, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കാണ് കൊളോണിയൽ മോഡേണിറ്റി ആൻഡ് കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, മോഡേൺ പീരീഡിൽ യൂറോപ്പിൽ സയൻറ്റിഫിക് റവല്യൂഷൻ, ഹ്യൂമനിസം, റിനൈസൻസ്, റാഷണലിസം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. അതായത് മാനവികതാവാദം, നവോത്ഥാനം, യുക്തിചിന്തയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. മെഡീവൽ പീരീഡിൽ നമുക്കറിയാം റിലീജിയന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എന്നാൽ മോഡേൺ പീരീഡ് ആകുമ്പോഴത്തേക്കും ഈ റിലീജിയൻ്റെ ഇമ്പോർട്ടൻസ് കുറയുകയും മനുഷ്യൻ്റെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ഇതാണ് ആ ഒരു കാലത്ത് വികസിച്ചു വരുന്നത്. അപ്പം ഈ മോഡേൺ കാലഘട്ടത്തിലുള്ള ഈ ഒരു മാറ്റം, അതായത് ബ്രിട്ടീഷുകാർ ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു മാറ്റത്തെ. അപ്പോൾ അവരുടെ പോളിസികൾ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഐഡിയോളജീസൊക്കെ ഇവിടെ ഈ ഇന്ത്യക്കാരുടെ മേൽ ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ പാരമ്പര്യത്തെ അവർ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അല്ലെങ്കിൽ മാറ്റി, അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു രീതിക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് രൂപപ്പെടുന്നുണ്ട്. അതായത് ട്രഡീഷൻ വേഴ്സസ് മോഡേൺ, പരമ്പരാഗതം അല്ലെങ്കിൽ ആധുനികം എന്ന് രണ്ടായിട്ട് ഇതിനെ തിരിക്കാവുന്നതാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ കോളനിവൽക്കരിച്ചത്, ബ്രിട്ടീഷേഴ്സ് കോളനിവൽക്കരിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻസിനെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂറോക്രസി, അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ, കോടതി, നിയമത്തെ അവർ സ്ഥാപനവൽക്കരിച്ചു. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയപരമായിട്ട്, പൊളിറ്റിക്കൽ പരമായിട്ട് അവർ നമ്മളെ മോഡേണൈസ് ചെയ്തത്. ഇനി എക്കണോമിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പണസമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ ഫാക്ടറികൾ, ക്യാപിറ്റലിസം, പല വികസനങ്ങളും, റെയിൽവേ, റോഡ്, ബ്രിഡ്ജസ്, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് സാമ്പത്തികമായിട്ടും അവർക്ക് നമ്മെ മോഡേണൈസ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ സാമൂഹികപരമായിട്ടും മതപരമായിട്ടും നോക്കുമ്പോൾ പ്രധാനമായിട്ടും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തന്നെയാണ്. പിന്നീട് ഐഡിയാസ് ഓഫ് നാഷണലിസം എന്ന് പറഞ്ഞ ഒരു ആശയം ഒക്കെ ഇവിടെ വരാൻ കാരണമായിട്ടുണ്ട്. അപ്പം ഈ ഐഡിയാസ് ഓഫ് നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയം, ഇതിലൂടെ
ബ്രിട്ടീഷുകാർ പറയുന്നത് എന്താണ്, ഇന്ത്യ അൺസിവിലൈസ്ഡ് പീപ്പിളാണ്, അതായത് നാഗരികത ഇല്ലാത്ത ആൾക്കാരാണ്, ചലനമില്ലാത്ത സൊസൈറ്റിയാണ് എന്നൊക്കെ, യുക്തിരഹിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നൊക്കെയാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് എന്താണ് ഇന്ത്യയെ മാറ്റിയത്, അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ സ്വീകരിച്ചാൽ മാത്രമേ ഇന്ത്യക്കാർ ആധുനികർ ആവുകയുള്ളൂ. അങ്ങനെ ആണ് ഈ സിവിലൈസിങ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആശയമൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ബെർണാഡ് എസ്കോന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന് പാടെ മാറ്റം സംഭവിക്കുന്നു. ഇതിനെ അദ്ദേഹം കൾച്ചറൽ വയലേഷൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ടും ഈ കൊളോണിയൽ മോഡേണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കൗണ്ടർ മൂവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ, എന്നിരുന്നാലും ഒന്നും കൂടി ഞാൻ പറയാം. അതായത് ഈ കൊളോണിയൽ മോഡേണിറ്റിനെ എതിർത്തുകൊണ്ട് വരുന്ന മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്ന് പറയാം. ഇപ്പം ദേശീയ പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗോത്ര പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ ഈ ഒരു കൗണ്ടർ മൂവ്മെന്റ്സിന്റെ, എതിർ പ്രസ്ഥാനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പം ഇന്ത്യ ഈ ആധുനികതയെ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല മാറ്റങ്ങളെയും നാം സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ സാംസ്കാരികമായി വന്ന മാറ്റങ്ങളെ നാം ഉൾക്കൊണ്ടില്ല, അതിനെ നാം എതിർത്തു. അപ്പം ആന്റി കൊളോണിയൽ മൂവ്മെന്റ് അത് ആന്റി മോഡേൺ മൂവ്മെന്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സയൻസ്, സാങ്കേതിക വിദ്യ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, റെയിൽവേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതിൽ സാംസ്കാരിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗാന്ധിയുടെ ഐഡിയ ആയിട്ടുള്ള ഹിന്ദു സ്വരാജ്, ഖാദി, സ്വദേശി, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഇതൊക്കെ കൗണ്ടർ മൂവ്മെന്റ്സിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, അദ്ദേഹം ഈ ആധുനികതയെ എതിർത്തുകൊണ്ട് പരിഷ്കരണം നടത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ആൻഡ് റവല്യൂഷണറി സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് എന്താണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം റഷ്യൻ വിപ്ലവത്തോട് കൂടിയിട്ടാണ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വർഗസമരങ്ങൾ, അതുപോലെ തന്നെ മിച്ചമൂല്യം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ക്ലാസ് സ്ട്രഗിൾ എന്താണെന്നുള്ളതും ഇതൊക്കെയാണ് മെയിനായിട്ട് മാർക്സിസത്തിൽ വരുന്നത്. അപ്പം മാർക്സിസം എന്താണ് എന്ന് ചോദിക്കുമ്പം കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും വികസിപ്പിച്ചെടുത്ത സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ചിന്താ പദ്ധതിയാണ് മാർക്സിസം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ചരിത്രപരമായ മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതിൽ സാമ്പത്തിക ഘടനയ്ക്കും ഉൽപ്പാദന ബന്ധങ്ങൾക്കും വർഗബന്ധങ്ങൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്നതാണ് മാർക്സിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ മെയിൻ കൃതി എന്ന് പറയുന്നത്, മാർക്സിൻ്റെ പ്രധാന കൃതികളിൽ ഈ ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതുപോലെ തന്നെ ദാസ് ക്യാപിറ്റൽ എന്നിവയൊക്കെ പ്രധാനമാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ മനുഷ്യർ എങ്ങനെ ഉൽപ്പാദനം നടത്തുന്നു, ഉൽപ്പാദന ഉപാധികൾ ആരുടെ കയ്യിലാണ്, ആ ഉൽപ്പാദനത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നിവ പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ കാഴ്ചപ്പാടാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മനുഷ്യ ചരിത്രത്തെ പ്രധാനമായിട്ടും ആശയങ്ങളോ മഹാന്മാരോ മാത്രം രൂപപ്പെടുത്തുന്നതല്ല, മറിച്ച് മനുഷ്യരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളും ഉൽപ്പാദന രീതികളും സാമൂഹിക ബന്ധങ്ങളും ചരിത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് മാർക്സിൻ്റെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർ ആദ്യം ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഉൽപ്പാദനം നടത്തുന്നു. ആ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഈ ബന്ധങ്ങളാണ് പിന്നീട് സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് ചരിത്ര വിശകലനത്തിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ
ആണ്. ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൽപ്പാദനോപാധികൾ ആരുടെ ഉടമസ്ഥതയിലാണ് എന്നുള്ളത്, പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൽ നിന്നുള്ള അധിക സമ്പത്ത് ആരാണ് കൈവശപ്പെടുത്തുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ലാൻഡ്, ലേബർ, അതുപോലെ തന്നെ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്താണ് എന്നുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അടിത്തറയും മേൽഘടനയും എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എക്കണോമിക് ബേസ്, അതായത് സാമ്പത്തിക അടിത്തറ, ഒരു സമൂഹത്തിൻ്റെ ഉൽപ്പാദന ശക്തികൾ, ഉൽപ്പാദന ബന്ധങ്ങൾ ചേർന്നതാണ് സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സമൂഹത്തിലെ രാഷ്ട്രീയം, നിയമം, ഭരണകൂടം, വിദ്യാഭ്യാസം, മതം, സംസ്കാരം, ആശയങ്ങൾ തുടങ്ങിയവയെ മേൽഘടനയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും. അപ്പം സാമ്പത്തിക അടിത്തറയും മേൽഘടനയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മേൽഘടന വെറും സാമ്പത്തിക അടിത്തറയുടെ യാന്ത്രിക പ്രതിഫലനം മാത്രമാണെന്ന് ലളിതമായി പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയം, സംസ്കാരം, ആശയങ്ങൾ എന്നിവയ്ക്കും ചരിത്രത്തെ സ്വാധീനിക്കാനുള്ള ഒരു റിലേറ്റീവ് ഓട്ടോണമി ഉണ്ട് എന്നാണ് മാർക്സിസ്റ്റ് ചിന്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്നാണ് വർഗം എന്ന ആശയം. മാർക്സിസ്റ്റിൻ്റെ ചിന്തയിൽ വർഗം വളരെ പ്രധാനമാണ്. ഒരു വ്യക്തിയുടെ സാമൂഹിക സ്ഥാനം പ്രധാനമായും അവൻ ഉൽപ്പാദന ഉപാധികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുതലാളിത്തത്തിൽ പ്രധാനപ്പെട്ട 2 വർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് ബൂർഷ്വാസിയാണ്. ഉൽപ്പാദന ഉപാധികളുടെ ഉടമസ്ഥരായിട്ടുള്ള മുതലാളി വർഗത്തെയാണ് നമ്മൾ ബൂർഷ്വാസി എന്നൊക്കെ പറയുന്നത്. അതായത് ഫാക്ടറി ഉടമ, വലിയ വ്യവസായി, മൂലധന ഉടമ ഓരൊക്കെ. പിന്നെ പ്ലോറിറ്റേറിയറ്റ്, അങ്ങനെ വെച്ചാൽ സ്വന്തമായി പ്രധാനപ്പെട്ട ഉൽപ്പാദന ഉപാധികൾ ഇല്ലാത്തതിനാൽ സ്വന്തം തൊഴിൽ ശക്തി വിൽക്കുന്ന തൊഴിലാളി വർഗത്തെയാണ് അങ്ങനെ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് സ്ട്രഗിൾ, വർഗസമരം, മാർക്സിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഈ വർഗസമരം എന്ന് പറയുന്നത്. അപ്പം ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും സമൂഹം വ്യത്യസ്ത താല്പര്യങ്ങളുള്ള വർഗ്ഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ലേവ് ഓണർ, സ്ലേവ്, അതുപോലെ ഫ്യൂഡൽ ലോഡ്, സെർഫ്, ക്യാപിറ്റലിസ്റ്റ്, വർക്കർ, ഇങ്ങനെ 3 തരത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ മുതലാളിത്തത്തിൽ തൊഴിലാളി കൂടുതൽ വേതനം ആവശ്യപ്പെടുന്നു. മുതലാളി ഉൽപ്പാദന ചെലവ് കുറച്ച് ലാഭം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ തൊഴിലും മൂലധനവും തമ്മിൽ താല്പര്യ വിരോധം ഉണ്ടാവുന്നു. ഇതാണ് മുതലാളിത്തത്തിലെ വർഗസമരത്തിൻ്റെ പ്രധാന രൂപം എന്നാണ് മാർക്സിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാർക്സിസ്റ്റ് വ്യൂസ് എന്ന് പറയുന്നത്. അപ്പം മാർക്സിസത്തിൻ്റെ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് കൊളോണിയൽ ഇന്ത്യയിലെ പെസൻറ്റ് ആൻഡ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്. ഇത് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നോക്കാം. അപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് മൊഡ്യൂള് സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്, കൺസെപ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കൊളോണിയൽ ഇന്ത്യയിലെ സോഷ്യൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഈ സോഷ്യൽ മൂവ്മെൻറ്റ് എങ്ങനെ, ഏത് തരത്തിലുള്ളതാണെന്നാണുള്ളത്. പിന്നെ അടുത്തത് ഫോർത്ത് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ മോഡേൺ കേരളത്തിലെ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നല്ലോണം നോക്കുക. ഓക്കെ, അപ്പോൾ പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യയിലെ പെസൻറ്റ് മൂവ്മെൻറ്റ്സ് കർഷക പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ഭൂനികുതി, ഭൂ ഉടമകളുടെ ചൂഷണം, പാട്ടവ്യവസ്ഥ, കടബാധ്യത, നിർബന്ധിത കൃഷി, വിളവിൻ്റെ വില, ഭൂമിയിലുള്ള അവകാശം തുടങ്ങിയ പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഭൂവരുമാനം പരമാവധി ശേഖരിക്കുക എന്നതായിരുന്നു. ഇതിൻ്റെ ഭാരം കർഷകരിലാണ് കൂടുതലായിട്ട് വീണത്. കർഷക പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭൂനികുതി സംവിധാനങ്ങൾ നടപ്പാക്കി. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റൈറ്റ് വാരി, മഹൽവാരി സിസ്റ്റം, ഇവരുടെയൊക്കെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും പല പ്രദേശങ്ങളിലും കർഷകർക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടായി.
ജമീന്ദാർ ചൂഷണമാണ് രണ്ടാമത്തത്. അതായത് ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് സെമീന്ദാരി സമ്പ്രദായത്തിലൊക്കെ പല പ്രദേശങ്ങളിലും ജമീന്ദാർമാർ കർഷകരിൽ നിന്ന് ഉയർന്ന റെൻറ്റ് ഈടാക്കുകയും പലപ്പോഴും കർഷകരെ പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ മറ്റൊന്നാണ് കടബാധ്യത. അതായത് നികുതി അടയ്ക്കാൻ കർഷകർ പലപ്പോഴും മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നു. അവരിൽ നിന്ന് കടം വാങ്ങി ഉയർന്ന പലിശയും കടബാധ്യതയും ഒക്കെ കാരണം ഭൂമി നഷ്ടപ്പെടുന്നതിലേക്ക് അത് നയിച്ചു. മറ്റൊന്നാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് കർഷകർ ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ, കോട്ടൺ, ഒപ്പിയം, ജൂട്ട് തുടങ്ങിയ കൊമേഴ്ഷ്യൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടു. ഇതോടെ കൃഷി വിപണിയുമായി കൂടുതൽ ബന്ധപ്പെട്ടു. എന്നാൽ വില ഇടിയുമ്പോൾ കർഷകർ വലിയ നഷ്ടം നേരിട്ടു. പ്രധാന കാർഷിക പ്രസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട് 1859 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ബംഗാളിലെ കർഷകർ ഇൻഡിഗോ പ്ലാന്റേഴ്സിന് എതിരെ നടത്തിയ പ്രധാന പ്രക്ഷോഭമായിരുന്നു ഇത്. കർഷകരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിക്കുകയും അതിന് കുറഞ്ഞ പ്രതിഫലം നൽകുകയും ചെയ്തതിനെതിരെയാണ് പ്രതിഷേധം. ഇതിൽ കർഷകർ നീല കൃഷി ചെയ്യാൻ വിസമ്മതിച്ചു. പ്രാധാന്യം കൊളോണിയൽ പ്ലാന്റേഷൻ ചൂഷണത്തിനെതിരായിട്ടുള്ള ശക്തമായ കർഷക പ്രതിരോധത്തിൻ്റെ ഉദാഹരണമാണ് ഇൻഡിഗോ റിവോൾട്ട്. അടുത്തതാണ് ഡക്കാൻ റയറ്റ്. 1875 മഹാരാഷ്ട്രയിലെ ഡക്കാൻ പ്രദേശത്തെ കർഷകർ മണി ലെൻഡേഴ്സിനെതിരെ നടത്തിയ കലാപമാണ് ഡക്കാൻ റയറ്റ്സ്. കർഷകർ കടബാധ്യതയിൽ കുടുങ്ങുകയും ഭൂമി നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ഉണ്ടായത്. അടുത്തതാണ് ചമ്പാരൻ മൂവ്മെൻറ്റ്. 1917 കാലഘട്ടത്തിൽ ബീഹാറിലെ ചമ്പാരനിൽ ഇൻഡിഗോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷക പ്രശ്നത്തിൽ മഹാത്മാഗാന്ധി ഇടപെട്ടു. ഇത് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന സത്യാഗ്രഹങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്തതാണ് ഖേദ സത്യാഗ്രഹ. 1918 ഗുജറാത്തിലെ ഖേദയിൽ വിളനാശമുണ്ടായിട്ടും ഭൂനികുതി ഈടാക്കുന്നതിനെതിരെ കർഷകർ പ്രതിഷേധിച്ചു. ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമരം നടന്നു. അടുത്തതാണ് ബർദോളി സത്യാഗ്രഹ. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ ഭൂനികുതി വർധനയ്ക്കെതിരെ കർഷകർ നടത്തിയ സമരമായിരുന്നു ഇത്. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്. ഈ സമരത്തിൻ്റെ വിജയത്തെ തുടർന്ന് പട്ടേലിന് സർദാർ എന്ന വിശേഷണം ലഭിച്ചതായി പൊതുവെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് മാപ്പിള റെബല്യൻ. 1921 മലബാറിലെ മാപ്പിള കർഷകരുടെ കലാപം കൊളോണിയൽ കാലത്തെ പ്രധാന കർഷക പ്രതിരോധങ്ങളിൽ ഒന്നാണ്. ഇതിന് ഭൂവുടമ കുടിയാൻ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ടെനൻസി ഗ്രീവൻസസ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ്, മതപരമായ ഘടകങ്ങൾ തുടങ്ങിയവയുടെ സങ്കീർണമായ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് വെറും മത കലാപമായി മാത്രം കാണുന്നത് ചരിത്രപരമായി പര്യാപ്തമല്ല. അഗ്രേറിയൻ പ്രശ്നങ്ങളും കൊളോണിയൽ സാഹചര്യങ്ങളും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1930-40 കാലഘട്ടങ്ങളിലെ കർഷക പ്രസ്ഥാനങ്ങൾ 1930 കൂടിയിട്ട് കർഷക പ്രസ്ഥാനങ്ങൾ കൂടുതൽ സംഘടിതവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒരു സ്വഭാവം നേടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സഭ AIKS 1936 രൂപീകരിക്കപ്പെട്ടു. സ്വാമി സഹജാനന്ദ് സരസ്വതി, അതുപോലെ തന്നെ NG രംഗ തുടങ്ങിയവർ കർഷക സംഘടനയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന ആവശ്യങ്ങൾ ഭൂനികുതി കുറയ്ക്കുക, റെന്റ് കുറയ്ക്കുക, ജമീന്ദാരി അവസാനിപ്പിക്കുക, കർഷകർക്ക് ഭൂമിയിൽ കൂടുതൽ അവകാശം നൽകുക, അതുപോലെ കടബാധ്യതയിൽ നിന്ന് മോചനം, ടെനൻസി റിഫോംസ്, കർഷക ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്തൽ. ഇങ്ങനെ കർഷക പ്രസ്ഥാനം പിന്നീട് ആൻറ്റി സെമീന്ദാരി, ആൻറ്റി ഫ്യൂഡൽ, അതുപോലെ തന്നെ അഗ്രേറിയൻ റിഫോം ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യയാണ്. അതായത് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് ഇത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, തൊഴിലാളികളുടെ സംഘടിത പ്രസ്ഥാനമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രീസ് വളർന്നു വന്നിരുന്നു. ടെക്സ്റ്റൈൽ മിൽസ്, റെയിൽവേസ്, ജൂട്ട് മിൽസ്, കോൾ മൈൻസ്, പ്ലാന്റേഷൻസ്, പോർട്ട്, അതുപോലെ തന്നെ ഫാക്ടറീസ് ഒക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം, ദീർഘമായ ജോലി സമയം, മോശം തൊഴിൽ സാഹചര്യങ്ങൾ, സുരക്ഷയുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് യൂണിയൻ വളർന്നു വന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്പം 1890-കളിൽ ബോംബെ മിൽ ഹാൻഡ്സ് അസോസിയേഷനൊക്കെ രൂപീകരിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ ജോലി സമരം, അവധി, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള വളർച്ച 1914-18 കാലത്തെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വിലക്കയറ്റം, കുറഞ്ഞ യഥാർത്ഥ വേതനം, തൊഴിലാളികളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇൻഡസ്ട്രിയൽ വർക്ക് ഫോഴ്സിൻ്റെ വളർച്ച എന്നിവ കാരണം സ്ട്രൈക്സ് വർദ്ധിച്ചു. ഇതോടെ ട്രേഡ് യൂണിയനിസം കൂടുതൽ സംഘടിതമാവാൻ തുടങ്ങി. പിന്നെ മറ്റൊന്നാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്
AITUC 1920-കളിൽ ബോംബെയിൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. ലാലാ ലജ്പത് റായ് ആദ്യകാല നേതൃത്വത്തിൽ പ്രധാന വ്യക്തിയായിരുന്നു. അപ്പം ഇവരുടെ ഈ AITUC തൊഴിലാളികളുടെ ഹയർ വേജസ്, ഷോർട്ടർ വർക്കിംഗ് ഹവേഴ്സ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, റൈറ്റ് ടു ഓർഗനൈസ്, റൈറ്റ് ടു സ്ട്രൈക്ക്, സോഷ്യൽ സെക്യൂരിറ്റി എന്നിവയ്ക്കൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാന സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിൽ പല രാഷ്ട്രീയ ധാരകളും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. നാഷണലിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ തൊഴിലാളി പ്രശ്നങ്ങളെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1920-കളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്കിടയിൽ സ്വാധീനം നേടിയിട്ടുണ്ട്. 1920-കളുടെ മധ്യത്തോടെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ട്രേഡ് യൂണിയൻസ് അതിൽ കൂടുതൽ സ്വാധീനം നേടി. അപ്പം തൊഴിലാളി പ്രശ്നത്തെ ക്ലാസ് സ്ട്രഗിൾ എന്ന രീതിയിൽ കാണുന്ന മാർക്സിസ്റ്റ് സമീപനം ശക്തമാവാൻ തുടങ്ങി. അപ്പം പ്രധാന തൊഴിലാളി സമരങ്ങൾ നോക്കുകയാണെങ്കിൽ ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്സ്, അതായത് ബോംബെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ തൊഴിലാളികളുടെ സമരങ്ങൾ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വലിയ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ തൊഴിലാളികളും വിവിധ ഘട്ടങ്ങളിൽ വേതനം, തൊഴിൽ സമയം, സേവന നിബന്ധനകൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂട്ട് മിൽ വർക്കേഴ്സ്, ബംഗാളിലെ ജൂട്ട് ഇൻഡസ്ട്രിയിലും തൊഴിലാളി സംഘടനകൾ വളർന്നു. പ്ലാന്റേഷൻ വർക്കേഴ്സ്, അതായത് ടീ പ്ലാന്റേഷൻസ് പോലുള്ള മേഖലകളിലും തൊഴിലാളികൾ മോശം തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെ സംഘടിതമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ.